പലരുടെ ജീവിതത്തിൽ ഈ തകർന്ന് തളർന്നു പോകുന്ന മേഖലയുണ്ട്. എന്നേക്കുമായിട്ട് തളർന്നു കിടക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ തളർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നതാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെടാൻ അനേക കാരണങ്ങളുണ്ട്. ഒരു പരീക്ഷ നിരന്തരമായിട്ട് തോറ്റു കഴിയുമ്പോൾ അത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തളർന്നു കിടക്കും. ഒരു വിവാഹം നടക്കാതെ വരുമ്പോൾ തളർന്നു കിടക്കും. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ തളർന്നു കിടക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യുന്നതിലെല്ലാം പരാജയമുണ്ടാകുമ്പോൾ തളർന്നു പോകും. അങ്ങനെ ജീവിതകാലം മുഴുവൻ തളർന്ന് നിരാശപ്പെട്ട് കഴിയുന്ന അനേകം ആളുകളുണ്ട്. വചനം പറയുന്നത് നീ എഴുന്നേക്കാനായിട്ടാണ്. എങ്ങനെ എഴുന്നേക്കുന്നത് ചോദിക്കും പലരും. അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളും അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളും എന്നും അവരെ തളർന്നവരായിട്ട് മാറ്റുന്നു. ഈശോ ഈ തളർവാത രോഗിയുടെ, അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈ തളർവാത രോഗിയെ കാണുമ്പോൾ അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കണ്ടപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നത് സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ജീവിതകാലം മുഴുവൻ തളർന്നു കിടന്ന മനുഷ്യനോട് കർത്താവ് പറയുന്നത് നീ എഴുന്നേറ്റ് നടക്കുക എന്ന്. ഇന്ന് ഞാൻ ഈ വചനത്തിന്റെ ഈ ഒരു ഭാഗം എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനായിട്ട്, ഈ ഒരു വചന സന്ദേശത്തിന്റെ പിന്നില് പ്രിയപ്പെട്ടവരെ, പലരുടെ ജീവിതത്തിൽ ഈ തളർന്നു പോകുന്ന മേഖലയുണ്ട്. എന്നേക്കുമായിട്ട് തളർന്നു കിടക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ തളർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രത്യാശ നഷ്ടപ്പെടുന്നതാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെടാൻ അനേക കാരണങ്ങളുണ്ട്. ഒരു പരീക്ഷ നിരന്തരമായിട്ട് തോറ്റു കഴിയുമ്പോൾ അത് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തളർന്നു കിടക്കും. ഒരു വിവാഹം നടക്കാതെ വരുമ്പോൾ തളർന്നു കിടക്കും. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുമ്പോൾ തളർന്നു കിടക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യുന്നതിലെല്ലാം പരാജയമുണ്ടാകുമ്പോൾ തളർന്നു പോകും. അങ്ങനെ ജീവിതകാലം മുഴുവൻ തളർന്ന് നിരാശപ്പെട്ട് കഴിയുന്ന അനേകം ആളുകളുണ്ട്. വചനം പറയുന്നത് നീ എഴുന്നേക്കാനായിട്ടാണ്. എങ്ങനെ എഴുന്നേക്കുന്നത് ചോദിക്കും പലരും. അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളും അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളും എന്നും അവരെ തളർന്നവരായിട്ട് മാറ്റുന്നു. ഈശോ ഈ തളർവാത രോഗിയുടെ, അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈ തളർവാത രോഗിയെ കാണുമ്പോൾ അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കണ്ടപ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നത് സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അവനോട് പറയുന്നത് പ്രത്യാശയുടെ വചനമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പ്രത്യാശയുടെ വചനം ബൈബിളാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്? ഈശോ മിശിഹായാണ്. റോമലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് സമർത്ഥമായിട്ട് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യാശ ജീവിതത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അനേകം ജീവിതങ്ങളുണ്ട്. ചില ജീവിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്. അല്ല, മരണത്തെ സ്വപ്നത്തിൽ കണ്ട് ജീവിക്കുന്നവരുണ്ട്. കടുത്ത നിരാശ മൂലം എന്നും മരിച്ചാൽ മതി എന്ന് ജീവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശ ഈ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നതാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായാൽ നീ അടിയുറച്ച ദൈവത്തെ വിശ്വസിക്കുന്നവനാണെങ്കിൽ ദൈവം നിനക്ക് നന്മയ്ക്കായിട്ട് മാറ്റും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവം തക്ക സമയത്ത് ഇടപെടുക. എത്ര വീണാലും എഴുന്നേക്കാനായിട്ട് കഴിയണം. ഇതിൽ ബൈബിളിൽ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ പല പ്രാവശ്യം ഈ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വീഴുന്നുണ്ട്. ആ വീഴുന്ന ഈശോ ഒരിക്കലും വീണവിടെ കടക്കുകയല്ല. വീണവിടെ കടക്കാതെ എഴുന്നേറ്റ് പോകുന്നതിന്റെ പിന്നിലും ഈശോയുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തിയാണ്. ഒരടി പോലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് പ്രത്യാശയോടെ പോകാനായിട്ട് ഈശോയെ പ്രേരിപ്പിച്ചത് ദൈവത്തിലെ അടിയുറച്ച വിശ്വാസമാണ്, അടിയുറച്ച പ്രത്യാശയാണ്. ജീവിതത്തിൽ ആഴമായ പ്രത്യാശയുള്ള ഒരാൾക്കും ജീവിതത്തിൽ വീണു പോകുന്ന നിമിഷങ്ങൾ അവിടെ കടക്കില്ല, എഴുന്നേൽക്കും. അതുകൊണ്ടാണ് ഈശോ തളർവാത രോഗിയോട് പറയുന്നത് നീ എഴുന്നേൽക്കണം. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ എഴുന്നേൽക്കുവാനായിട്ട് സഹായിക്കുന്ന ഈശോ മിശിഹായാണ്. അവിടുത്തെ കരമാണ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രത്യാശയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ വഴികളും ഇനി ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതാണ് ഈ ലാസർ മരിക്കുമ്പോഴും എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഈ ലാസറിന്റെ ശവകുടീരത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഈശോ മിശിഹ വരുമ്പോൾ എല്ലാവരും കരയുമ്പോൾ മർത്ത പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ അവളുടെ നിരാശയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, കർത്താവേ ഇപ്പോൾ മരിച്ചിട്ട് 4 ദിവസമായി, എല്ലാ വഴികളും അടഞ്ഞു, അതുകൊണ്ട് ഇനി ഈശോയെ കൊണ്ടൊന്നും ആവശ്യമില്ല. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കാം. സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ജോലി പ്രതിസന്ധി ആയിരിക്കാം. പക്ഷെ നീ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് എല്ലാ വഴികളും അടയുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്.
ദൈവത്തിന്റെ ജീവിതത്തിൽ നീ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോൾ നിന്നെ കൈപിടിച്ച് നടത്താനായിട്ട് കഴിവുള്ളവനാണ്. നിന്റെ ഇന്നലകളിലെ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ കഴിയുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വചനം ലൂക്ക 1:37 പറയുന്നത്. സകല മർത്യരുടെ ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഈ അവസാനം വരെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാര്യം തന്നെ പഠിപ്പിക്കും, നിന്റെ ജീവിതത്തിന്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് അവസാനം വരെ കർത്താവ് കാത്തിരിക്കും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ദൈവം അബ്രാഹത്തെ നയിക്കുന്നതും ഇസഹാക്കിനെ നയിക്കുന്നതും യാക്കോബിനെ നയിക്കുന്നതും മോശയെ നയിക്കുന്നതും പ്രവാചകന്മാരെ നയിക്കുന്നതും ദാവീദിനെ നയിക്കുന്നതും ഒക്കെ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോൾ ദൈവം കൈപിടിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും ആഴമായ പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. നീ ആഴമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുമ്പോൾ നീ വളരെയധികം അസ്വസ്ഥപ്പെടുകയും തളരുകയും ചെയ്യുമ്പോൾ യെശയ്യാ 40:30-31 വചനം, തളർന്നവർക്ക് ബലം നൽകും, ദുർബലർക്ക് ശക്തി പകരുകയും ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും, കഴുകനെ പോലെ ചിറകടിച്ചു വരും, ഓടിയാലും തളരുകയില്ല, നടന്നാലും ക്ഷീണിക്കുകയില്ല. നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാതെ സ്വന്തം ശക്തിയിൽ വിശ്വസിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം വഴികളിലൂടെ നടക്കാൻ പാടില്ല. നീ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ കാലം കഴിയുമ്പോൾ നിന്നെ ഒരു കാര്യം പഠിപ്പിക്കും, നീ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന്, നിന്നെ സംരക്ഷിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകനെ, ജീവിതത്തിൽ എത്ര തളർന്ന വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ എത്ര നിരാശപ്പെട്ട വ്യക്തിയാണെങ്കിലും ആഴമായ പ്രത്യാശയോടെ ദൈവത്തിൽ മുറുകെ പിടിച്ചാൽ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അതാണ് എല്ലാം മരിക്കുന്നു എന്ന് ഇപ്പം നിരാശപ്പെടുന്ന അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങളുണ്ട്. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞ് കാറ്റ് പ്രതികൂലമായി മരണം മുന്നിൽ കാണുമ്പോൾ നിസ്സഹായതയോടുകൂടി കർത്താവിൻ്റെ നേരെ നോക്കുന്നുണ്ട്. നിസ്സഹായതയോടുകൂടി മരണം മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിസ്സഹായതയോടുകൂടി കർത്താവിനെ കേൾക്കുന്നുണ്ട്. ഈ നിസ്സഹായതയുടെ സമയത്ത് ദൈവം ഇടപെടുന്ന സമയമുണ്ട്. ദൈവം എഴുന്നേൽക്കുന്നത് കാറ്റിനെ കടലിനെ ശാന്തമാക്കാനായിട്ടാണ്. ദൈവം വലയെറിയാൻ പറയുന്നത് മീൻ കിട്ടാൻ വേണ്ടിയാണ്. ദൈവം നിന്നോട് സംസാരിക്കുന്നത് നീ ജീവിതത്തിൽ ഒരിക്കലും നശിക്കാനുള്ളവനല്ല, ജീവിതത്തിൽ പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ളവനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് നിന്നെ ഉയർപ്പിക്കുന്ന, നിന്നെ കൈപിടിച്ച് നടത്തുന്ന, നിന്നെ വിജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യമായിരിക്കട്ടെ. നീ അടിയുറച്ച ദൈവത്തിന് നിന്റെ എല്ലാ പ്രതിസന്ധികളിലും നിന്നെ കൈപിടിച്ച് നടത്താനായിട്ട് കഴിയും. നീ വിശ്വസിക്കുന്ന ദൈവത്തിന് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്ര കടുത്ത നിരാശയാണെങ്കിലും നിന്റെ ജീവിതത്തിന് ദൈവം അർത്ഥം നൽകും. ദൈവമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അർത്ഥമുള്ള ജീവിതം നയിക്കാൻ ദൈവത്തെ മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.